ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ തീരുമാനിച്ച പോലെ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരുന്നോ? അത് ശരിയാ രാധമ്മ പറയുന്നത്. രമ്യ രാജു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ ഒരു വീടല്ല, ഓരോരുത്തർക്കും ഓരോ വീട് വീതം വെച്ച് കിട്ടുമായിരുന്നു. ഇതിപ്പോ സമാധാനമില്ല, കുടുംബവും തകർന്നു, ഒരു കിടപ്പാടം വരെ ഇല്ലാണ്ടാക്കി. എന്റെ ഈശ്വര, എങ്ങോട്ട് ഇറങ്ങിപ്പോവും? അങ്ങനെയൊന്നും സംഭവിക്കില്ല രാധമ്മ. എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. അച്ഛനോട് പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് മാറാം. അയ്യോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ ഒരു ഔദാര്യവും വേണ്ട, വീടും വേണ്ട. സഹായിച്ചതിനൊക്കെ നന്ദി. നാശം. മതിയാക്കടി നിന്റെ അമ്മായിമ്മ പോര്. ഒരായിരം വട്ടം ഗംഗയിൽ പോയി മുങ്ങിയാലും തീരില്ല നീ ചെയ്ത മഹാപാപം. നീ അനുഭവിക്കൂടി. മേഡം, മേഡം, ഞാൻ എന്ത് ചെയ്യാനാ മേഡം? അമ്മയുടെ ടാർഗറ്റ് ഇപ്പൊ ഋതിക മേഡോ. എന്തിന് ഏതിന് കുറ്റക്കാരി ഋതിക മേഡോ. ഞാൻ പറഞ്ഞത് വളരെ സിൻസിയർ ആയിട്ടാണ് രാജു. ഈ വിവരം എന്റെ അച്ഛനോടോ അമ്മമ്മയോടോ ഒന്ന് പറഞ്ഞാ മതി. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒന്നോ ഒന്നിലധികമോ വീട് തരും. അതൊന്നും ശരിയാവില്ല മേഡം. അതും അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. വേണുങ്കളുടെ ക്യാരക്ടർ ആയിരിക്കും രാജുവിനെന്ന്. ജോലി ചെയ്യുന്നതിന്റെ കൂലിയല്ലാതെ ആരുടെയും ഒരൗദാര്യവും വേണുങ്കൾ സ്വീകരിക്കില്ലെന്ന്. വേണുങ്കളുടെ മകനല്ലേ രാജു. രാജു അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് അമ്മമ്മ പറഞ്ഞു. രാധമ്മ എനിക്ക് നോക്കാൻ തന്നെ പേടിയാ. ഇത്രയും വലിയ തെറ്റാ ഞാൻ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴറിയുന്നു. മാഡം എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാ. പണ്ടേ ഈ വാടക വീട്ടിൽ നിന്ന് മാറി താമസിക്കണമായിരുന്നു. ആ രമ്യയുടെ ശല്യം അന്നേ ഒഴിവായിരുന്നു. രാധമ്മ ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാജുവിനെ മനസ്സിൽ സ്നേഹിച്ചുകൊണ്ട് എവിടെയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങോട്ടൊരിക്കലും വരില്ലായിരുന്നു. അകലേ